മീഡിയ ഡെയിലി, ഒരു മുഴുനീള ഓൺലൈൻ ചാനൽ. ചരിത്രപ്രസിദ്ധമായ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ കാത്തിരിക്കുമ്പോഴാണ് ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുന്നത്. തലക്ക് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ചെറിയ കോളാമ്പി പോലത്തെ മൈക്കിൽ നിന്നാണ് അനൗൺസ്മെൻറ്റ് വന്നത്. ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കാവുന്ന വീൽ ചെയറും റാമ്പും ലഭ്യമാണ് എന്ന്. മാസങ്ങൾക്ക് മുമ്പ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലായ ഒരു അനുഭവം ഓർമ്മയിൽ വന്നു. ഞാനും എൻ്റെ സുഹൃത്ത് ഭിന്നശേഷിക്കാരനായ സക്കീർ മാഷും രാജുവും കൂടി ഷൊർണൂരിൽ ഒരു പരിപാടിക്ക് പോയതാണ്. പരിപാടി കഴിഞ്ഞപ്പോൾ സക്കീർ മാഷിനൊരാഗ്രഹം ട്രെയിനിൽ യാത്ര ചെയ്താൽ കൊള്ളാമെന്ന്. ഞങ്ങൾ ഒരുമിച്ച് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചു. പ്ലാറ്റ്ഫോം വരെ വീൽ ചെയറിൽ സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. എന്നാൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ബോഗിയിലേക്ക് കയറണമെങ്കിൽ ഒരടി ഉയർച്ചയിലാണ് ബോഗിയും പ്ലാറ്റ്ഫോമും തമ്മിലുള്ള വ്യത്യാസം. ഈ വിവരം കാണിച്ച് റെയിൽവേക്ക് ഒരു പരാതി നൽകിയിരുന്നു. അനൗൺസ്മെൻറ്റ് കേട്ട ഉടനെ തന്നെ റാമ്പ് കാണാനായി ഞാൻ റെയിൽവേ ഓഫീസറുടെ റൂമിലെത്തി. പാക്ക് പോലും പൊട്ടിക്കാത്ത റാമ്പ് കണ്ടു സംതൃപ്തനായി. എനിക്ക് പോകാനുള്ള ട്രെയിൻ വരാൻ സമയമായതുകൊണ്ട് ഞാനിത് പാക്ക് പൊട്ടിക്കാൻ ആവശ്യപ്പെട്ടില്ല. വീൽ ചെയറും ഒരുക്കി കണ്ട് അവിടെ നിന്ന് യാത്ര തിരിച്ചു. കേരളത്തിലെ പല റെയിൽവേ സ്റ്റേഷനുകളും നവീകരണത്തിൻ്റെ പാതയിലാണ്. ശീതീകരിച്ച വിശ്രമമുറികളും മറ്റു അത്യാധുനിക സൗകര്യങ്ങളും ഓരോ റെയിൽവേ സ്റ്റേഷനുകളിലും പണി പുരോഗമിച്ചു വരികയാണ്. മണിക്കൂറിന് 30 രൂപ നൽകിയാൽ സുഖമായി ഇവിടെ ഇരുന്നുറങ്ങാനും ചാരിക്കിടന്നുറങ്ങാനും പറ്റുന്ന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിലും പുറത്തുമായി CC ക്യാമറകളും ഘടിപ്പിച്ചിട്ടുണ്ട്. കോച്ചുകൾ തിരിച്ചറിയുന്നതിന് പഴയ തുരുമ്പിച്ച ബോർഡുകൾ മാറ്റി ഡിജിറ്റൽ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറിക്കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മേൽപ്പാലങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിന് വേണ്ടി യാന്ത്രിക കോണികളും ലിഫ്റ്റുകളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ പല റെയിൽവേ സ്റ്റേഷനുകളുടെയും മുഖച്ഛായ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. 17 General Compartment, 18